Hi Makale, welcome back to Xylem Learning. Here is a man, your man behind your success. It's me, Ashik sir. Just blasted. So മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കേണ്ടത് ഒരു ടോപ്പിക്കാണ്. സോ എൻ്റെ എല്ലാ മക്കളും റെഡി ആണെങ്കിൽ എന്ത് പെട്ടെന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്തോ. സോ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള 4 പോയിന്റ്സ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ പഠിക്കാൻ പോകുന്നത്. സോ എൻ്റെ എല്ലാ മക്കളും സെറ്റ് ആയിരുന്നു. സോ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് മക്കളെ. നാളെ നിങ്ങൾ എന്താണ് എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കാൻ പോകുന്ന അടിപൊളിയായുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, എന്താണ് മക്കളെ? യെസ്, ഫീച്ചേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അല്ലെ, നമ്മളെ ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാം. ഓക്കെ, ഇത് എപ്പോഴും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ എൻ്റെ മക്കൾക്ക് തോന്നും കുറേ പഠിക്കണോ? വേണ്ട, സാർ ഇന്ന് പറയാൻ പോകുന്ന 4 പോയിന്റ്സ്. ഈ 4 പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക, ഫ്രഷ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സൂപ്പറായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫെർട്ടൈൽ സോയിലാണ്. എന്ന് വെച്ചാൽ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ് എവിടെയുള്ളത്? നമ്മുടെ ഉത്തരേന്ത്യൻ സമതലത്തിലുള്ളത്. അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നല്ല മണ്ണായതുകൊണ്ട് എന്താണ് അവിടെ എന്തും നമുക്ക് എന്താണ് വിളയിച്ചെടുക്കാൻ പറ്റും. അല്ലെ, എന്ത് നട്ടാലും മുളയ്ക്കുന്ന നല്ലൊരു മണ്ണാണ് ബേസിക്കലി എവിടെയുള്ളത്? നമ്മുടെ ഉത്തരേന്ത്യൻ സമതലത്തിലുള്ളത്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് മക്കളെ സെക്കൻഡ് പോയിന്റ് എന്താണ്? സെക്കൻഡ് പോയിന്റ് എന്താണ്? പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ്. എന്ന് വെച്ചാൽ നല്ല നിരപ്പാർന്ന ഭൂപ്രദേശമാണ് എവിടെയുള്ളത് മക്കളെ? നമ്മുടെ ഉത്തരേന്ത്യൻ സമതലത്തിലുള്ളത്. അതുകൊണ്ട് എന്താണ് ഗുണം? യെസ്, നമുക്കറിയാം എന്താണ് നല്ല നിരപ്പാർന്ന ഭൂപ്രദേശമാകുന്ന സ്ഥലത്ത്, സമതലമാകുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? ആളുകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും? താമസിക്കും അല്ലെ? തിക്ലി പോപ്പുലേറ്റഡ് ആവാനുള്ള പോസിബിലിറ്റീസ് ആർ വെരി വെരി ഹൈ. യെസ്, സോ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് കാര്യം. പിന്നെ തേർഡ് എന്താണ് മക്കളെ? അബണ്ടന്റ് വാട്ടർ സപ്ലൈ ഫ്രം റിവേഴ്സ്. നദികളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരുപാട് ജലം അവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ട്. ബിക്കോസ് എന്താണ് നമുക്കറിയാം എന്താണ് ഹിമാലയ റിവേഴ്സ് ഒക്കെ ഗംഗയും ബ്രഹ്മപുത്രയും സിന്ധുക്കെ എന്താണ് ഒഴുകി പരക്കുന്നത് എവിടെയാണ്? ഈ ഒരു ഭാഗത്തു കൂടിയാണ് അല്ലെ, ഉത്തരേന്ത്യൻ സമതലത്തിലൂടെയാണ്. അതുകൊണ്ട് എന്താണ് അവിടെ നന്നായിട്ട് വെള്ളം കിട്ടും അല്ലെ, ജലസേചനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് മക്കളെ? തിക്ലി പോപ്പുലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ജനനിബിഡമാണ് അല്ലെ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ് അവിടെ ആളുകൾ കൂടുതലായിട്ട് താമസിക്കുന്നു. യെസ്, ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 3 പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഈ പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ജനനിബിഡമാണ് അല്ലെങ്കിൽ എന്താണ് തിക്ലി പോപ്പുലേറ്റഡ് ആണെന്നുള്ള പോയിന്റ് എൻ്റെ മക്കൾ ഓർത്ത് വെക്കുക. അത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഏതൊക്കെയാണ് പോയിന്റ് സാർ ഒന്നുകൂടി നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യാൻ പോകുന്നത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്? ഫെർട്ടൈൽ സോയിലാണ് അല്ലേ, നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണ്. പിന്നെന്താണ്? നല്ല പ്ലെയിൻ ആയിട്ടുള്ള നിരപ്പാർന്ന ഭൂപ്രദേശമാണ് ആണല്ലോ. പിന്നെ എന്തുണ്ട്? നന്നായിട്ട് വാട്ടർ സപ്ലൈ നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ എന്താണ് മക്കളെ? തിക്ലി പോപ്പുലേറ്റഡ് ആണ് അല്ലേ, അവിടെ കൂടുതലായിട്ട് ആളുകൾ താമസിക്കുന്നുണ്ട്. സോ മക്കളെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 3 to 4 മാർക്കിന് അടിപൊളിയായിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. ദെൻ അതിന് മുമ്പ് സാർ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എന്താണ് സൈലത്തിൻ്റെ അവഞ്ചേഴ്സ് ബാച്ചിൽ എൻഡ് ഗെയിമിൻ്റെ പ്രോഗ്രാം പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ബാച്ചിൽ എന്താണ് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണോ എക്സാമിന് വരാൻ പോകുന്നത് അത് കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്ന ഒരു ബാച്ചാണ് എൻഡ് ഗെയിം, അവഞ്ചേഴ്സിൻ്റെ എൻഡ് ഗെയിം. അത് എൻ്റെ 7ാം ക്ലാസ്സിലെ മക്കൾക്കുള്ളതാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പെട്ടെന്ന് ഇതിൽ ജോയിൻ ചെയ്യുക. ദെൻ എന്താണ് നിങ്ങൾക്ക് കേരളത്തിലെ തന്നെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ അടിപൊളിയായിട്ടുള്ള ക്ലാസ് റെക്കോർഡും ലൈവും ഡൗട്ട് ക്ലിയറൻസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക? പെട്ടെന്ന് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. യുവർ സെഷൻ ഈസ് ഓവർ, ബട്ട് the roar of learning never ends. This is your man Ashik sir, just signing off. Thank you. Bye.